ഹലോ, വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ ഒരു 100,000 പറഞ്ഞാലും നിങ്ങൾക്ക് മതിയാവില്ലെന്നറിയാം. ഞാൻ എത്ര പ്ലാൻ ചെയ്താലും പ്ലാനിങ് ഒക്കെ നടത്തണം മേളുള്ള ഒരാളുണ്ടല്ലോ. നമ്മളെന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യേണ്ടെന്നൊക്കെ പുള്ളിയാണ് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ 3 മാസക്കാലം എൻ്റെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്നു. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. പൊട്ടിപ്പോയ ഞങ്ങളുടെ ഫാമിലി ലൈഫ് ചില്ലും കഷ്ണങ്ങളായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ കുടുംബത്തെ പ്രശ്നം നാട്ടുകാരെ അറിയിക്കലാണോ എൻ്റെ പണിയെന്ന് ചോദിച്ചാൽ അങ്ങനെ അറിയിക്കാനല്ല. ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്ന എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുത്ത് അവരെ കുരുപൊട്ടിക്കുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്. അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ എന്നാണ്. ഞാൻ അഹങ്കാരിയായിട്ടും തകർപ്പിയായിട്ടൊന്നുമല്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇഷ്ടമുള്ള ജോലി ചെയ്ത് ഞാൻ പലതും മേടിച്ചെൻ്റെ ദേഹത്തിടും. അതൊരിക്കലും എൻ്റെ ഓവർ അഹങ്കാരം കൊണ്ടല്ല. അഹങ്കാരം ഉണ്ടാന്ന് ചോദിച്ചാൽ ഒരു കാര്യത്തിലുണ്ട്, സ്വന്തമായിട്ട് അധ്വാനിച്ച കാര്യത്തിൽ നല്ല അഹങ്കാരമുണ്ട്. ഇത് ഒരിക്കലും എൻ്റെ നല്ല സുഹൃത്തുക്കൾക്കോ ബന്ധുമിത്രാദികൾക്കോ വേണ്ടിയിട്ടുള്ളതല്ല. വിഷം ചീറ്റാൻ റെഡിയായിട്ട് നിൽക്കുന്ന കുറച്ച് മൂർഖം പാമ്പുകളോടാണ്. ഇനി ഞങ്ങളെ തകർക്കാൻ നോക്കിയാൽ ഞാൻ ചിലപ്പോൾ ജോർജ് കുട്ടിയായിരുന്നിരിക്കും. ഇനിയും വീഡിയോസ് ഇടാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ടാറ്റാ.